ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ഗ്രേപ്പ് വൈനാണ്. ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് 2 കിലോ ഗ്രേപ്പാണ്. ഈ മുന്തിരിങ്ങ ഞാൻ 1 മണിക്കൂർ നേരം വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിൽ നല്ലതായിട്ട് മുക്കി വെച്ച് കഴിഞ്ഞിട്ട് കുറേ പ്രാവശ്യം കഴുകി എടുത്ത മുന്തിരിങ്ങയാണിത്. ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് ഗോതമ്പ്. ഇപ്പോൾ 2 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 കിലോയ്ക്ക് 1 പിടി ഗോതമ്പ്, ഇങ്ങനെയാണ് എൻ്റെ കണക്ക്. 1 പിടി ഗോതമ്പ്. ഇത് 2 പിടി ഗോതമ്പ് 2 കിലോ മുന്തിരിങ്ങയ്ക്ക് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പട്ടയാണ്. ഇത്രയേ ഉള്ളൊരു പട്ട 1 കിലോ മുന്തിരിങ്ങയ്ക്ക്. ഇത് 2 പട്ട ഞാൻ 2 കിലോയ്ക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഈസ്റ്റ് 1 കിലോ 2 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 ടീസ്പൂൺ, ഒരു 1/2-3 ടീസ്പൂൺ മതി 1 കിലോയ്ക്ക്. അങ്ങനെ ഒരു 1-1.5 ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ഈ എടുത്തേക്കുന്നത്. പിന്നെ ഗ്രാമ്പു, ഇതൊരു 15 ഗ്രാമ്പു ഉണ്ട്. 2 കിലോയ്ക്ക് ഒരു 15 ഗ്രാമ്പു ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയാണ്. പിന്നെ പഞ്ചസാര ഇതിപ്പം മുന്തിരിങ്ങ നല്ല മധുരമുള്ള മുന്തിരിങ്ങയാണ്. അത് കാരണം 1 കിലോയ്ക്ക് ഒരു 1/2 കിലോ പഞ്ചസാര ചേർത്താൽ മതി. നമ്മുടെ മുന്തിരിയുടെ എത്ര മധുരത്തിൻ്റെയൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് നമുക്കിഷ്ടമുള്ള പോലെ പഞ്ചസാര ചേർത്താൽ മതി. ഇവിടെ എല്ലാവർക്കും വൈൻ അധികം മധുരം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ മുന്തിരിങ്ങയ്ക്ക് 2 കിലോയ്ക്ക് 1 കിലോ പഞ്ചസാരയെ എടുത്തിട്ടുള്ളൂ. അത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ. ഇത് മധുരമുള്ള മുന്തിരിയും കൂടെ ആയതുകൊണ്ടാണ്. സാധാരണ മുന്തിരിങ്ങ ഇത് നല്ല കറുത്ത മുന്തിരിങ്ങയാണ് നല്ലത്. കറുത്ത മുന്തിരിങ്ങ വെച്ച് വൈനിട്ടെങ്കിലേ നല്ല കളറ് കിട്ടത്തുള്ളൂ. ഈ മുന്തിരിങ്ങയ്ക്ക് അത്രയും കളറ് കിട്ടത്തില്ല. എങ്കിലും കുഴപ്പമില്ല, നല്ലതായിട്ട് തന്നെ ഇരിക്കും. ആ കളറിനൊരിച്ചിരി വ്യത്യാസം വരുമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് നല്ല മധുരമാണ്. അത് കാരണമാണ് 1 കിലോയ്ക്ക് 1/2 കിലോ പഞ്ചസാര ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു ഗ്ലാസ് ജാറോ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ളത് എന്തെങ്കിലും എടുക്കുക. ഇതുപോലെ ഗ്ലാസ് ജാറാണെങ്കിൽ നമുക്ക് വെളിയിൽ കൂടെ മുന്തിരിങ്ങ എല്ലാം ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ എല്ലാം കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇതൊരു ഗ്ലാസ് ജാർ എടുത്തേക്കുന്നത്. ഈ ഗ്ലാസ് ജാറിൻ്റെ അകത്ത് പിന്നെ നമുക്ക് വരേണ്ട ഒരു കാര്യം കൂടെ, തിളപ്പിച്ചാർച്ച വെള്ളം നമുക്ക് ഇഷ്ടമുള്ള പോലെ എത്രയും വേണോ എത്ര അതിനൊരു കണക്ക് ഞാൻ എടുക്കുന്നില്ല. കാരണം മുന്തിരിങ്ങയാക്കി ഇട്ട് കഴിഞ്ഞിട്ട് അത് നികയ്ക്കുകയാണ് ഞാൻ സാധാരണ വെള്ളം എടുക്കുന്നത്. അതിന് പ്രത്യേകിച്ചൊരു കണക്ക് ഞാൻ എടുക്കുന്നില്ല. ആദ്യം നമ്മൾ കുറേ മുന്തിരിങ്ങ ജാറിലേക്ക് ഇടുക.